അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്തെ സഹോദര സഹോദരിമാരെ, പ്രാർത്ഥന അത് അള്ളാഹുരൊಟ್ಟಿಗೆ ಮಾತ್ರ ಇತ್ತಿಕ್ಕರು. ಅದೇ ಇತ್ತಿಕ್ಕರು ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പാട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് വഖാല റബ്ബുക്കും, നിങ്ങളെ റബ്ബ് ചൊന്നുറ ഉദ്ഊനി, നിങ്ങൾ എൻ്റെ വിളിച്ച് പ്രാർത്ഥിക്കോ, നിങ്ങൾ എൻ്റെ ഒട്ടിക്ക് ദുആർക്കോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരണ്ട. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആർ എൻ്റെ ഇബാദത്തിൽ നിന്ന് വിട്ടു നിൽക്കാറാ ഓടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആത്തെ ബിസിയാക്കി തന്നിട്ട് അതിരമേ ചൊല്ലത് ദുആ ചൊന്തുള്ളത് ഒരു വലിയ ഇബാദത്ത് ചൊന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കരിപ്പാട്ടത്. ആർ എൻ്റെ ഇബാദത്തിൽ നിന്ന് വിട്ടു നിന്നാറാ അവന് ജഹന്നമ ഗൈത്തിക്കർ പോണ്ടത്, അവന് പ്രവേശിക്കരുത് ജഹന്നമ ഗൈത്തിക്കർ. ഈ വിഷയം നിങ്ങൾക്ക് പൊടിയന്ത് പോലും അള്ളാഹു അല്ലാത്തങ്ങനെ വിളിച്ച് ദ്വാർക്കരങ്ങുള്ളാർ. ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അംബിയാ മുർസലിങ്ങളും വിളിച്ച് ദ്വാർക്കരങ്ങുള്ളാർ. അതിൽ പ്രത്യേകമായിട്ടും ചില കൗമും ചില ആൾമാർ അവസ്ഥ നോക്കൂ. ഒരു വ്യക്തി കേരളത്തിൽ നിന്നെന്തായെങ്കിൽ ആ വ്യക്തി വിളിച്ചു ദ്വാർക്കരുത് ബദ്രീങ്ങളെ നോക്കൂ. ഈ ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാം. ഇയാൾ വിളിച്ച് പ്രാർത്ഥിച്ചത് ബദ്രീങ്ങളെ എത്തിക്കറ് കേരളത്തിൽ ഇക്കര സന്ദർഭത്തിൽ. അതേ വ്യക്തി മക്കത്ത് പോയി എന്തായെങ്കിൽ വിളിച്ചു ദ്വാർക്കറാരെയൊന്ന് നോക്കൂ. ഈ ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാം. എല്ലാ ഹാജിമാർക്കും നീ ഇജാബത്ത് നൽകണേ അല്ലാ. എല്ലാ പ്രൈവറ്റ് ഗ്രൂപ്പുകളും റബ്ബേ മഅദിനും മർക്കസും അതുപോലെ തന്നെ റബ്ബേ എല്ലാ ഹാജിമാര് അതുപോലെ തന്നെ സർക്കാർ ഹാജിമാര് ഏത് പ്രൈവറ്റ് ഹാജിമാർക്ക് നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹു റൈത്തിക്കർ വിളിച്ചു ദ്വാർന്നത്. അപ്പോൾ മക്കത്ത് എത്തിയെന്തായെങ്കിൽ അല്ലെങ്കിൽ സൗദിക്ക് എത്തിയെന്തായെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് എന്നൊരു രാജ്യം പാസ്സായെന്തായെങ്കിൽ അവിടെ എത്തിയപ്പോൾ അള്ളാഹുരൊട്ടിക്ക് പ്രാർത്ഥന, കൂടെ വന്നെന്തായെങ്കിൽ ബദ്രീങ്ങളൊട്ടിക്ക് പ്രാർത്ഥന. ഇതെന്തൊരവസ്ഥ എത്തിക്കറ്. എന്നൊരു വ്യക്തി ചൊല്ലെ നോക്കൂ. ആ വ്യക്തി ചൊല്ലെ പൽക്ക ഈ ക്ലിപ്പിൽ കാണാം. പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദ്രീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നോക്കൂ എന്താ ഇത്തിക്കർ ചൊന്നത്. അങ്ങ് പ്രയാസം ഉണ്ടായ സന്ദർഭത്തിൽ അങ്ങ് ബദ്രീങ്ങളെ വിളിച്ചു ദ്വാർന്നാറുണ്ട്. അങ്ങ് പ്രയാസം ഉണ്ടായ സന്ദർഭത്തിൽ ബദ്രീങ്ങളെ വിളിച്ചു ദ്വാർന്നാറ്. അപ്പോൾ ഇങ്ങനെ വാദപ്രകാര കേരളത്തെ മണ്ണിಗೆ എത്തിയപ്പോൾ ഇങ്ങനെ വാദ ചേഞ്ച് ആവും. അത് കേരളത്തിൽ നിന്ന് അപ്പുറത്ത് പോയി എന്താ അങ്ങനെ വാദ ചേഞ്ച് ആവും. അപ്പുറത്തേക്ക് എത്തിയപ്പോൾ അങ്ങനെ വാദ അള്ളാഹുരൊട്ടിക്ക് മാത്രം പ്രാർത്ഥന. സാധാ ആൾമാരൊട്ടിക്ക് അങ്ങ് ചൊത്ത് വെച്ചത് പ്രാർത്ഥന അള്ളാഹുരൊട്ടിಗೆ എത്തിക്കരുത്, ദുആ അള്ളാഹുരൊട്ടിಗೆ എത്തിക്കരുത്. ഏതുക്ക് അള്ളാഹുരൊട്ടിಗೆ പ്രാർത്ഥിക്കടെ കൈത്തിക്കട് ദുആണ്ട് ചൊല്ലേ. ഔലിയാക്കന്മാരൊട്ടികമാ അമ്പിയാക്കളൊട്ടികമാ കേക്കിടക്ക് ദുആണ്ട് ഇസ്ലാമിൽ ചൊല്ലുള്ളേ. എന്നിട്ട് ആക്കരുത് അള്ളാഹു അല്ലാത്തങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചോന്നുള്ളാറ്. അത് മാത്രല്ല ഒരു വ്യക്തി ചൊല്ലത് കാണാം, അള്ളാഹുരെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷെയ്ത്താന്റെ വാദ ചൊന്ത് പോലെ ചൊല്ലത് കൊള്ളാറ്. നോക്കൂ, അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ക്ലിപ്പ് നോക്കൂ. പ്രിയപ്പെട്ടവർ, ഈ ഒരു ആശയം പ്രാർത്ഥന, ഇവർ ഈ പറയുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന ആശയം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ശുദ്ധ മണ്ടത്തരമാണ്. അത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിന്റെ മുദ്രാവാക്യം. ഈ വ്യക്തി ചൊന്നത് എന്തേ പ്രാർത്ഥന അള്ളാഹുരൊട്ടിക്ക് മാത്രം ചൊന്തുള്ളത് ഷെയ്ത്താന്റെ വാദ എത്തിക്കറും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര അപകടകരമായിട്ടുള്ള വാദ വിഷയത്തിക്കറ് സഹോദരന്മാരെ. ഖുർആനുള്ള ദുആല്ലാം നമുക്ക് കാണേണ്ടത് റബ്ബി റബ്ബി ചൊന്തല്ലേ, റബ്ബനാ ചൊന്തല്ലേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ചൊന്തു. എത്ര ദുആ കാണാ റബ്ബി ചൊന്തു. എല്ലാം അള്ളാഹുരൊട്ടിക്ക് മാത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതായ ബാത്റൂം പോകേണ്ടതും മണ്ടതും മൗത്തുൽക്ക് പോകേണ്ടതും പള്ളിക്ക് പോകേണ്ടതും പള്ളിയിൽ 10 പണ്ടതും ഡ്രസ്സ് ഇടുമ്പത്തും എല്ലാ സന്ദർഭത്തിലും ദുആ അല്ലാഹുമ്മ അല്ലാഹുമ്മ അള്ളാഹുരൊട്ടിക്ക് മാത്രം. ഖുർആനും ഹദീസ് പഠിപ്പാട്ടിയതായി വ്യക്തമായി ചോദ്യം അള്ളാഹും റസൂൽ പഠിപ്പാട്ടിയതായ ദുആ എല്ലാം അള്ളാഹുരൊട്ടിക്ക് മാത്രം. ആയെങ്ക ഈ സമസ്ത താൽമാർ ചൊന്നുള്ളത് അള്ളാഹു അല്ലാത്ത അങ്ങനെ വിളിച്ച് ദ്വാർക്കോ എത്തിക്കറ്, ബദ്രീങ്ങൾ വിളിച്ച് ദ്വാർക്കോ എത്തിക്കറ്, ഔലിയാക്കന്മാരെ വിളിച്ച് ദ്വാർക്കും, സ്വാലിഹീങ്ങൾ വിളിച്ച് ദ്വാർക്കോ എത്തിക്കറ്. അതിന് വേണ്ടി എത്തിക്കനും കഷ്ടപ്പെട്ടോന്നുള്ളത്. അപ്പോൾ അള്ളാഹുൽ നിന്ന് ദൂറാക്കിയിട്ട് ഔലിയാക്കന്മാരെ മുട്ട എത്തിക്കറിങ്ങ വിളിച്ചോല്ലത്. അപ്പോൾ ഇങ്ങനെ ദീന് അള്ളാഹു ഇസ്ലാം ദീൻ എങ്ങനെ ആവും സാധ്യ? അള്ളാഹുൽ നിന്ന് ദൂറാക്കരുതല്ല ഇങ്ങനെ കാണേണ്ടത്. നോക്കൂ, നിങ്ങൾക്ക് കാണേണ്ടത് ഈ മുഖാമുഖത്തിൽ പോലും കഴിഞ്ഞ ജന്മൂന്ന് വാർത്തയിൽ മുന്നിൽ നടന്നതായ മുഖാമുഖ നിങ്ങൾക്ക് ഇവിടെ എന്താ എത്തിക്കറ്. തോക്കിയ സക്കാഫി വ്യക്തമായിട്ട് ചൊന്നത് നിന്റെ അള്ളാഹുക്ക് കുതിരത്തിന് എന്തായെങ്കിൽ ഇത് പൊന്തട്ടു. ആ നാവുలు ചൊന്ന സന്ദർഭത്തിൽ അവന് ചിന്തിച്ചതില്ല, ആ വ്യക്തി ചിന്തിച്ചതില്ല. എന്തേ ഈ നാവ് തന്നത് അള്ളാഹു എത്തിക്രാന്ത്. ആ ഒരു ചിന്താശക്തി എന്തായെങ്കിൽ ആ പൽക്ക ബായിൽ ಬರಲಾಂತ.
അള്ളാഹുരെ പിടിയില്ല സഹോദരന്മാരെ. ഇങ്ക് വേണമായത് ആൾമാരെ ഔലിയാക്കന്മാരെ മുട്ടാക്കിയത് ഇങ്ക് കച്ചവടാക്കണം, ഇങ്ങനെ ബിസിനസ് നല്ല നടക്കണം, ഇങ്ക് സമ്പാദിക്കണം. അതിന് വേണ്ടിയിട്ട് ആൾമാർ അള്ളാഹുരെ മുട്ടാൻ തായെങ്കിൽ അവന് അള്ളാഹുരൊട്ടിಗೆ ഡയറക്റ്റ് ചെയ്ത് വിളിച്ച് പ്രാർത്ഥിക്കുക. സക്കരിയ നബി ഇല്ലാത്ത സന്ദർഭത്തിൽ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബ ചൊന്തു ദ്വാർന്നതുപോലെ ഇങ്ങും ദ്വാർന്നും പോവാറ്, പിന്നെ ദർഗത്ത് പോവല. അതുകൊണ്ട് ആൾമാരെ റൂട്ട് തപ്പാട്ടിരുന്നേറ്റിക്കറി കൗമൊരു ഉദ്ദേശ. അതുകൊണ്ട് മനസ്സിലാക്കൂ, ഇത്തരത്തിലുള്ള ഈ സഖാഫിമാരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആൾമാരെ കൊമ്പോയെന്തുള്ള നർഗത്ത് കയറ്റിക്കറ്, ഷെയ്ത്താൻ്റെ മുട്ട എത്തിക്കറിങ്ങ എത്തുപാട്ട് നോക്കിയെന്തുള്ള അല്ലാത്ത് അള്ളാഹുര മുട്ട അള്ളാഹു ചൊന്തുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹുര ദീനരെ കറക്റ്റായിട്ട് മനസ്സിലാക്കൂല തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.